ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും ഏട്ടത്തെയും കൂടെ വ്യക്തമായ ധാരണയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം അനി ഇങ്ങനെ ഇവിടെ പറയുമെന്ന് അനി ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഏട്ടത്തി കള്ളമൊന്നും എൻ്റെ മുന്നിൽ പറയാൻ നിൽക്കേണ്ട, അങ്ങനെ കള്ളം പറയാനുള്ള വഴക്കമൊന്നും ഏട്ടത്തിയുടെ നാവനില്ല എന്ന് നമ്മുടെ അനി അങ്ങ് പറഞ്ഞു. ആദർശേട്ടൻ പോലും അറിയാതെ മുത്തശ്ശൻ്റെ കൂടെ കൂടി എല്ലാവരെയും പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുവാണ്. ആ ഹാളിന് പുറത്ത് വെച്ച് ഏട്ടത്തിയും മുത്തശ്ശനും കൂടെ സംസാരിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശനോട് ഞാൻ ചോദിച്ചു. മുത്തശ്ശൻ പറയേണ്ടതൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അത് കേട്ട് നയന അന്തം വിട്ട് നിൽക്കുക. ആദർശേട്ടനെ മുത്തശ്ശനേക്കാൾ മിടുക്കനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൂരത കാണിച്ചതാണല്ലേ എന്ന് ചോദിക്കുമ്പം എല്ലാം മുത്തശ്ശൻ നിന്നോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ എന്ന് നയന ചോദിക്കുക. ഞാനും ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. ആദർശേട്ടനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മുത്തശ്ശന് ഒരിക്കലും ഏട്ടനെ ശത്രുവായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത്. കുടുംബത്തിനപ്പുറം പ്രാധാന്യമൊന്നും മുത്തശ്ശന് ആർക്കും കൊടുത്തിട്ടുമില്ല. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം അതെന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പം എന്തായാലും അതിനുള്ളൊരു ഉത്തരവ് എനിക്ക് കിട്ടി. അനന്തപുരിയിലെ അനന്തമൂർത്തിയെ പോലെ മഹിമയും സ്വഭാവ ഗുണവും ഉള്ളൊരു മുത്തശ്ശനെ ലോകത്ത് ഒരു കൊച്ചുമക്കൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പം അത് സത്യമാണ് നീ പറഞ്ഞതെന്ന് അനി. മുത്തശ്ശൻ്റെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് എൻ്റെ നാവിൽ നിന്ന് എന്തായാലും ആദർശേട്ടൻ ഈ സത്യം ഒന്നും അറിയാൻ പോകുന്നില്ല എന്നും, എന്നാലും അധിക ദൂരമൊന്നും ഇല്ല കേട്ടോ എന്നും അനി പറഞ്ഞു. അയോധ്യയിലെ രാജാവിനെ പോലെ പടിയിറങ്ങിയ ഏട്ടനും ആ ഏട്ടനെ പിന്തുടർന്ന ഏട്ടത്തിയും എത്രയും പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശൻ തന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അനി ആ ഒരു കാഴ്ച ഏട്ടനും ഏട്ടത്തിയും അവിടുന്ന് പടിയിറങ്ങിപ്പോയപ്പോൾ സന്തോഷിച്ച പലരും കാണുകയും ചെയ്യുമെന്ന കാര്യവും അനി പറയുക. ഞാനേതായാലും മുത്തശ്ശനൊന്ന് വിളിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞാൽ അനി ഫോൺ എടുത്ത് മുത്തശ്ശനെ വിളിക്കാൻ തുടങ്ങുന്നു. അപ്പം നീ ഇതെവിടെയാണെന്ന് ചോദിച്ചു മുത്തശ്ശൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ മുത്തശ്ശന് പ്രിയപ്പെട്ട മരുമകളുടെ അടുത്തുണ്ട് എന്ന് അനി പറയാം. അപ്പോൾ മുത്തശ്ശൻ ഒന്ന് ചിരിച്ചു കിട്ടാം. പ്രശസ്ത ഡിസൈനർക്കൊപ്പം ഉള്ളത് ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞ് അനി ഫോൺ കൊടുക്കണു. നയനെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവനെല്ലാം ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് കളഞ്ഞു മോളെ, ഇതിൻ്റെയൊക്കെ പിന്നാലെ ഇവൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഒരാളും കൂടി കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ മുത്തശ്ശ. ആദർശനോട് അതിനെപ്പറ്റി പറയരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം മുത്തശ്ശൻ പറയുക. മോളും അവനോട് ഒന്ന് പറഞ്ഞപ്പം അതിന് ഒരിക്കലും പറയില്ല മുത്തശ്ശ എന്ന് നയനെ അങ്ങ് പറഞ്ഞു. അപ്പം ശരി മോളെ, പിന്നെ അവന്തികയുമായിട്ടുള്ള കല്യാണം വേണ്ട എന്നും പറഞ്ഞ് നടക്കുകയാണ് അവനെ മോളൊന്ന് ഉപദേശിച്ചേക്കാൻ പറഞ്ഞു. അപ്പം ശരി ഞാൻ പറഞ്ഞോളാം മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് നയനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫോണും കട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദു ഇവിടുന്ന് പോയതേ ഉള്ളൂ. അവൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്താണ് ഞാൻ അവളെ വിട്ടത്. അതേ അനിയോടും എനിക്ക് പറയാനുള്ളൂ എന്ന് നയനെ ഇങ്ങനെ അനിയോട് പറയുമ്പം ഒരു കാര്യം ഞാൻ ഏട്ടത്തിയോട് പറയട്ടെ. ശരിക്കും പറഞ്ഞാലേ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുകയാണ് എന്ന് നയനയോട് പറയുമ്പോഴത്തേക്കും ഈശ്വര നയന ഞെട്ടി നിൽക്കുക. അതേ ഏട്ടത്തി, സത്യം ഞാൻ പറയുന്നത് അത്രയ്ക്ക് നിരാശയുണ്ട് എനിക്ക്. ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തൊരു ബന്ധമാണ് ഇപ്പം നടക്കാൻ പോകുന്നതെന്ന കാര്യം പറയണു. മുത്തശ്ശനെയും മുത്തശ്ശിയെയും എതിർത്ത് തോൽപ്പിക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. പക്ഷേ ഈ നിശ്ചയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നും തറപ്പിച്ചങ്ങ് പറഞ്ഞു. ചിലപ്പോൾ അന്നേ ദിവസം ആരോടും പറയാതെ ഞാൻ വീട് വിട്ട് പോയെന്നും വരാമെന്നും അനി പറയുവാണ്. അങ്ങനെ അത് കേട്ടപ്പോൾ നയന വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവിടെ നിൽക്കുക. പറയാനുള്ളത് പറഞ്ഞിട്ട് അനി അങ്ങ് പോയി. അനി വണ്ടി ഓടിച്ച് ഇങ്ങനെ പോരുന്നു. അങ്ങനെ വണ്ടി ഓടിച്ച് പറന്നു പോരുന്ന അനി നന്ദുവിൻ്റെ വണ്ടിയുടെ പിന്നാലെയാണ് പോകുന്നത്. കൊണ്ടുവന്ന് വട്ടം അങ്ങ് കയറ്റി അങ്ങ് നിർത്തി. അപ്പോൾ അനി എനിക്ക് നീയായിട്ട് ചുറ്റി കറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് നന്ദു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അനി ദേഷ്യത്തോടെ അതൊന്നും നിന്നോട് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നന്ദു പറയുക. അപ്പോൾ നന്ദു, എല്ലാം നമ്മൾ സംസാരിച്ചതാ അല്ലേ? ആരൊക്കെ എതിർത്താലും നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതും അല്ലേന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ നീ എന്തിപ്പോൾ ഇങ്ങനെ വാക്കുമാറ്റുന്നതെന്നൊക്കെ ചോദിച്ചപ്പം നമ്മുടെ നന്ദു എനിക്കിനി സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. സൗഹൃദമോ? എടി വെറും സൗഹൃദം മാത്രമാണോ നമ്മൾ തമ്മിലുള്ളത് എന്ന് അനി ചോദിക്കുമ്പം നന്ദു ഒന്നും മിണ്ടാതെ തലയും കുനിച്ചിരിക്കാം. നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് കയറിക്കാന്ന് പറഞ്ഞ നന്ദു എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അനി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് നന്ദു. അപ്പം നന്ദു ഈ റോഡിൽ വെച്ചൊരു സീനുണ്ടാക്കാതെ കയറാനാ പറഞ്ഞതെന്നും പറഞ്ഞിങ്ങനെ. അപ്പോഴത്തേക്ക് രണ്ടുപേരും അതിലെങ്കിൽ വരും. വന്ന് കയറടി വാടി ഇങ്ങോട്ടാ എന്നും പറഞ്ഞിട്ട് നന്ദുവിനെ നിർബന്ധിച്ച് വണ്ടിയിൽ പിടിച്ച് കയറ്റി. അനി നീ ഇതെങ്ങോട്ടാണ് പോണതെന്ന് നന്ദു ചോദിക്കുമ്പോൾ എത്തേണ്ടടുത്ത് എത്തുമ്പോൾ വണ്ടി നിൽക്കും. അപ്പോൾ നീ അറിഞ്ഞാൽ മതി എവിടെ എത്തണമെന്നൊക്കെ പറയും. അപ്പോൾ അനി നമ്മൾ തമ്മിൽ കാണുന്നതോ സംസാരിക്കുന്നതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് നന്ദു പറയുമ്പോൾ അനി ഇങ്ങനെ തുറച്ച് നോക്കുക കേട്ടോ. നമ്മളെ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഫോളോ ചെയ്യുന്നവർ കാണട്ടെ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവത്തില്ലേ എന്ന് അനി നന്ദുവിനോട് ചോദിക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്.
പിന്നെ എൻ്റെ ഏട്ടത്തി വിന്നറായ ദിവസമാണെന്ന് അനി. എന്നാൽ അതിലും വലിയ മറ്റൊരു സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. അതെന്താണെന്ന് പറയാൻ നിന്നോട്. അതിനിടയ്ക്ക് ഒരു വലിയ ഭാരമായി നീ നിൽക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പം അതുകൊണ്ടല്ലേ ഈ ഭാരത്തെ എടുത്ത് കളയാൻ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുക. അത് കളയാൻ പറ്റാത്ത ഭാരമായി പോയെന്ന് അനി നന്ദുവിനോട്. എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അനി ഇങ്ങനെ നന്ദുവിനെയും കൊണ്ട് വണ്ടിയിൽ അങ്ങ് പോകണം. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ആദർശും മാളവികയും കൂടെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ മാളവികയോട് കാര്യങ്ങളെല്ലാം ആദർശ് പറയുക. ലാസ്റ്റ് അവരയച്ച മെസ്സേജ് വേറൊന്നുമല്ല, മാളവികയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന്. അപ്പോൾ എന്നെ തട്ടിക്കളയാൻ ആരെങ്കിലും പ്ലാൻ ചെയ്തോ സാർ എന്ന് മാളവികയും ആദർശം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഗുണ്ട, അതായത് ഈ നാഗേന്ദ്രൻ്റെ ഗുണ്ട കണ്ടു. അപ്പോൾ കമ്പനിയുടെ അകത്ത് കയറി കമ്പനിയുടെ രഹസ്യങ്ങൾ ചോർത്തുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ജ്വല്ലറിയുടെ തലപ്പത്തുള്ളവർ ഒരു പെണ്ണെന്ന പരിഗണന പോലും നിനക്ക് തരില്ല എന്ന് ആദർശം മാളവികയോട് പറയുന്നു. എന്നാൽ എനിക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുത്ത നിനക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല സാറെന്ന് മാളവിക പറഞ്ഞപ്പോൾ അത് നിന്റെ കാര്യം, പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഹസ്ബൻഡിനോട് ഞാൻ എന്ത് പറയും എന്ന് ആദർശ് ചോദിച്ചു. മറ്റവൻ ഇതെല്ലാം അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്യാനുള്ള സമയമായാലും ചോദിച്ചു. അപ്പോൾ കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ട് സാറെന്ന് മാളവിക പറയുവാണ്. പിന്നെ അഭിയെ ഞാൻ എൻ്റെ കൈവെള്ളയിലിട്ട് കറക്കുകയാണെന്നും അവൻ മിക്കവാറും എല്ലാ ഡീറ്റെയിൽസും പറയുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവനെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് എന്ന് ആദർശ് പറയണം. അവൻ എപ്പോഴെങ്കിലും അവൻ്റെ അച്ഛൻ നാഗേന്ദ്രനെ കുറിച്ച് പറയുമെന്ന് നോക്കട്ടെ. അപ്പോൾ പ്രേമിക്കുന്ന പെണ്ണിനോട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തുറന്നു പറയും ചില ആണുങ്ങളെ. അഭിയും അങ്ങനെ ഒരുത്തനാണ് എന്ന് മാളവിക പറയുക. അവൻ ഇപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞു എന്ന് മാളവിക പറയുമ്പോൾ ആദർശം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കല്ലേ. ഡേവിഡ് അവൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് അവൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് സാർ എന്ന് മാളവിക. അപ്പോഴത്തേക്ക് ഇവൻ ഫോൺ എടുത്ത് വീഡിയോയൊക്കെ വിളിച്ചു, അടുത്ത ആളെ വിവരവും അറിയിച്ചു. അങ്ങനെ ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഞാൻ അറിയും എന്ന് ആദർശ് പറയുക. അതുപോലെ തന്നെ ഒന്ന് കരുതി വേണം കേട്ടോ നടക്കാൻ, രാത്രിയുള്ള സഞ്ചാരമൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്കാൻ പറയും. അപ്പോൾ ശരി സാർ ഞാൻ സൂക്ഷിച്ചോളാമെന്ന് പറഞ്ഞു മാളവിക അവിടെ നിന്ന് പോണു. ആദർശ് അവിടെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും അനിയാട്ടോ. അപ്പോൾ മുത്തശ്ശൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നേടിയെന്നും ഇനി ഏട്ടനെ എല്ലാം ഏൽപ്പിച്ചിട്ട് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് അനി പറയുമ്പോൾ എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചു നന്ദു. ഒറ്റയ്ക്ക് പോകുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഒന്നിച്ചു പോകുന്ന കാര്യമാണ്. നമ്മൾ ഒന്നിച്ചോ? നീ ഈ വട്ടൊന്ന് അവസാനിപ്പിക്കണേ എൻ്റെ അനി. നടക്കാത്ത കാര്യം എന്തിനാ വെറുതെ നീ പറയാൻ നിൽക്കുന്നേ? എന്നാൽ പിന്നെ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറയാൻ പറഞ്ഞു. അനി ഇവിടെ വന്നത് വഴക്കിടാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. മുത്തശ്ശൻ ഇതുവരെ ആദർശേട്ടന് മുന്നിൽ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. നയനേച്ചിയോടും അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴുള്ളത്. അന്നേരം നിനക്ക് അനന്തപുരിയിലെ അനന്തമൂർത്തിയെ അറിയില്ല നന്ദു എന്ന് അനി പറയാം. ഞങ്ങൾ കൊച്ചുമക്കൾ കഴിഞ്ഞിട്ടേ മുത്തശ്ശന് എന്തോ ഉള്ളൂ, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അതിനകത്ത് അഭിയെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞാൻ വീണ്ടും ഏട്ടൻ താമസിക്കുന്ന വീട്ടിലെത്തിയപ്പോൾ നിന്നെ കാണാനാണോ എന്ന് ഏട്ടത്തിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ആ ഒരു സംശയം അത് ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ടെന്ന് അനി പറയാം. എടി ഞാൻ വീണ്ടും അങ്ങോട്ട് വന്നതേ ഏട്ടത്തിയുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ടാ, മുത്തശ്ശൻ്റെ കള്ളത്തരം പൊളിച്ചിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്താടാ നീ എന്താ ഈ പറയുന്നേ? എടി മുത്തശ്ശൻ ഒരു പുകമറ സൃഷ്ടിച്ച് ഏട്ടനെ കൊണ്ട് ജോലി ചെയ്യിച്ചതാണെന്ന കാര്യം അനി പറയാം. വിവരങ്ങളെല്ലാം നന്ദുവിനോട് പറഞ്ഞു. ഏട്ടത്തി ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ മുത്തശ്ശൻ സത്യങ്ങളെല്ലാം പറഞ്ഞെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ആദർശേട്ടൻ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലേ? അറിയില്ല, അത് പറയരുതെന്നാണ് ഞങ്ങളോട് ചട്ടം കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനും സന്തോഷമായി. മുത്തശ്ശൻ ഒരിക്കലും മൂത്ത കൊച്ചുമോനെ ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല എന്നും പറഞ്ഞു. ഈ കേട്ടത് ഞാൻ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്തയാടാ. ഏത് നിമിഷവും മുത്തശ്ശൻ ആദർശേട്ടനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞല്ലോ മൂത്ത കൊച്ചുമോനെ മുത്തശ്ശൻ ഒഴിവാക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ തന്നെയാ ഇളയ കൊച്ചുമോൻ്റെ കാര്യവും. നിന്നെയും മുത്തശ്ശന് ഒഴിവാക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ എങ്ങോട്ടാ നീ പോകാൻ പോണേന്ന് നന്ദു ചോദിക്കുമ്പം എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഇവിടെ തന്നെ എത്തത്തില്ലേടി എന്ന് ചോദിച്ചു. നിന്റെ അത്തരം ആഗ്രഹങ്ങളൊന്നും നടക്കത്തില്ല എന്ന് നന്ദു പറയുക. ഞാൻ അതിനെ കൂട്ട് നിൽക്കേയില്ല എന്ന്. ഇത് കേട്ടപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം വീണ്ടും. പിന്നെ ഈ നിശ്ചയ ദിവസം ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് പറയാൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല, അതൊക്കെ നീ തന്നെയായിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്നും നന്ദു ഇങ്ങനെ അനിയോട് പറഞ്ഞു കൊടുക്കുന്നു. ആരെയും വേദനിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഡേവിഡും നാഗേന്ദ്രനും കൂടെ കണ്ട് സംസാരിക്കുന്നു. എടോ ഡേവിഡേ, അബിയോട് ഞാൻ ഈ പറയുന്നതൊന്നും താൻ പറയരുത് കേട്ടോ എന്ന് പറയണു. മാളവിക അവൻ്റെ മനസ്സ് കവർന്നിരിക്കുകയാണെന്നും അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ അവനത് മുളയിലേ നുള്ളും എന്ന കാര്യം പറയും. താനൊരു കാര്യം ചെയ്യാം, അവളോട് ഒരു ഡിസൈൻ വരയ്ക്കാൻ പറ.
അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തൻ്റെ മൊബൈലിൽ ഇട്ട് തരാമെന്നും അത് അവൾക്ക് കൊടുത്താൽ മതിയെന്നും പറയാം. എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നിരീക്ഷിച്ചോളാം എന്നും പറഞ്ഞു. പിന്നെ ഈ മാളവികയുടെ ചരിത്രം തനിക്കറിയാമോ എന്ന് നാഗേന്ദ്രൻ ചോദിക്കുവാണ് ഡേവിഡിനോടെ. അവൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ഡിസൈനർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതെ, അവിടെയുള്ളവരെയാണല്ലോ നമ്മൾ അടർത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ മൂർത്തി ജ്വല്ലറിയോട് ഒരുപാട് കൂറുള്ള ഒരു പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിലൊരുവളാണ് ഇവൾ. അപ്പോൾ അവളെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ഇവിടെ നിന്ന് പോയതെന്നും അങ്ങനെയെങ്കിൽ അവൾ നമ്മുടെ ജ്വല്ലറിയിൽ കയറി പറ്റിയത് ചാരപ്പണിക്കായിക്കൂടെ എന്നും നാഗേന്ദ്രൻ ഡേവിഡിനോട് ചോദിക്കുക കേട്ടോ. എങ്കിലേ അവളെ കത്തിക്കണം സാറേ എന്ന് ഡേവിഡ്. കത്തിക്കണോ വേണ്ടയോന്ന് ഉടൻ തീരുമാനിക്കണമെന്ന് നാഗേന്ദ്രൻ. 2 തവണയാണ് അവളുടെ കഴിവുകേട് കൊണ്ട് നമുക്ക് വലിയ നഷ്ടം ഉണ്ടായതെന്നും അതൊന്നും പെട്ടെന്ന് നികത്താൻ പറ്റുന്നതല്ല എന്നും നാഗേന്ദ്രൻ പറയുക. അതുപോലെ തന്നെ നയനയെ പോലെ നല്ലൊരു ഡിസൈനറെ കണ്ടെത്താനും പ്രയാസമാണെന്നും നാഗേന്ദ്രൻ പറഞ്ഞു. അതുവരെ നമ്മൾ പരാജയം സമ്മതിച്ച് മാറി നിൽക്കുകയാണ് വേണ്ടതെന്നും എങ്കിലും മാളവിക നമ്മുടെ ജ്വല്ലറിയിൽ കടന്നുകൂടിയ ശത്രുവാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കണമെന്നും ഡേവിഡിനോട് നാഗേന്ദ്രൻ പറയുക. അത്തരക്കാരോട് ഒരു ദയം കാണിക്കേണ്ട കാര്യമില്ല എന്നും. അപ്പം സാറ് ശരിക്കും അവളെ സംശയിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അല്ലാതെ മറ്റാർക്കും നമ്മളെ ചീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നാഗേന്ദ്രൻ. അവളുടെ ഹസ്ബൻഡ് US ബിസിനസ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാലറി ഒന്നും അവളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയൊന്നും അല്ലടോ. അങ്ങനെയുള്ളവൾ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വന്നവളാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് അതിനൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഇനി നമുക്ക് മാളവിക അവിടെ നിർത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ അവൾക്കുള്ള പരീക്ഷണം തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഡേവിഡിനെ പറഞ്ഞു വിട്ടിട്ട് നാഗേന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് മാളവികയ്ക്ക് ഒരു ഡിസൈൻ കൊടുത്തു. അത് കഴിഞ്ഞ് നയന അവിടെ നിന്നിങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നയന എത്രയും പെട്ടെന്ന് അവൾക്കിത് അയച്ചു കൊടുക്കണമെന്നും ഒന്നാമത് കോമ്പറ്റീഷനിൽ പരാജയപ്പെട്ടതുകൊണ്ട് അവളെ നല്ല സംശയം കാണുമെന്നും നയന ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് നയന പെട്ടെന്ന് ഇത് വരച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ മാളവിക അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ഫോട്ടോ വന്നു, പ്രിൻ്റ് എടുക്കുന്നു. മാളവിക ഈ പ്രിൻ്റുമായിട്ട് ഡേവിഡിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ നാഗേന്ദ്രൻ അവിടെ ഇരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് മാളവികയ്ക്ക് അറിയില്ലല്ലോ. അപ്പോഴത്തേക്കും നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് നന്നായെന്ന് പറഞ്ഞിട്ട് എന്താ സാർ കാര്യം? അന്ന് നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ എന്ന് മാളവിക പറഞ്ഞപ്പം അതിൽ നിരാശയൊന്നും വേണ്ടെന്നേ, മാളവികയുടെ കാര്യത്തിൽ രണ്ടാമതൊരു ചിന്ത വേണ്ട എന്ന് അഭിസാറ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ഡേവിഡ് പറയുക. അതുപോലെ തന്നെ ചിലപ്പോൾ അടുത്ത മാസം മുതൽ മാളവികയുടെ സാലറി കൂട്ടാനും സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് മാനേജ്മെൻറ്റ് മൊത്തത്തിലെടുക്കേണ്ട തീരുമാനമാണെന്നൊക്കെ ഇയാൾ പറയുമ്പോൾ ഇപ്പം തന്നെ സാലറിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സാറെന്ന് മാളവിക പറയുമ്പോൾ അത് മാളവികയുടെ കാര്യം. ഞങ്ങളുടെ കമ്പനിക്ക് ഞങ്ങളുടേതായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ഇയാൾ പറയാം. മാളവിക പണ്ട് മൂർത്തീസ് ജ്വല്ലറിയിൽ എത്ര വർഷം വർക്ക് ചെയ്തിരുന്നു? ഞാനൊരു 2-3 വർഷമേ വർക്ക് ചെയ്തിട്ടുള്ളൂ സാർ. അത് കഴിഞ്ഞാണ് പിന്നെ US പോയതല്ലേ? അപ്പോൾ അതെന്ന് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് തുടക്കത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. അപ്പോൾ എല്ലാം എനിക്ക് അറിയാം, എന്നാലും ഞാനത് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, കഴിഞ്ഞ തവണത്തെ പരാജയത്തെപ്പറ്റി ചിന്തിക്കേണ്ട കേട്ടോ, ഇനിയും അവസരങ്ങൾ വരുമെന്ന് ഇയാൾ. അത് നമുക്ക് പ്രയോജനപ്പെടുത്താനൊക്കെ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നും എല്ലാവർക്കും തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനൊന്നും ആവില്ല. എങ്കിലും മൂർത്തി ജ്വല്ലറി മറികടന്ന് ആദ്യമായിട്ടാണ് മറ്റൊരു ജ്വല്ലറി മുന്നിലേക്ക് വരുന്നതെന്നും ആ ഒരു വിജയങ്ങൾക്ക് ഇപ്പം മങ്ങലേറ്റില്ലേ സാറെന്നും മാളവിക ചോദിക്കുക. അപ്പം മാളവികയെ ഏൽപ്പിച്ച ജോലി മാളവിക ഭംഗിയായി ചെയ്തു. അവിടെ പക്ഷേ നമുക്കൊപ്പം ഭാഗ്യവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് ജഡ്ജസ് പക്ഷാഭേദം കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമെന്നും പറഞ്ഞ് അനന്തമൂർത്തി നല്ല റെക്കമെൻഡേഷൻ നടത്തിയാണ് മരുമകളുടെ ആ ഒരു ഡിസൈൻ നമ്പർ 1 ആക്കി എടുത്തതെന്നൊക്കെ ഇയാൾ പറയാം. സാരമില്ല പോട്ടെ, നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ. മാളവിക പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ മാളവികയെ പറഞ്ഞു വിട്ടു. മാളവിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡേവിഡ് ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഈ സമയത്ത് ഇതെല്ലാം ഇതിലിരുന്ന് ഇവർ കണ്ടുകൊണ്ടിരിക്കുക. ഡേവിഡും നാഗേന്ദ്രനും കൂടെ മാളവിക ചുമ്മാ ഇരിക്കുന്നതും പിന്നെ ഫോട്ടോ വരുന്നതും പ്രിൻ്ററിൽ എഴുതിയാക്കും കൂട്ടെ കാണിക്കുന്നു. അപ്പം ആരുടെയോ സൃഷ്ടി അവൾ കോപ്പി ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ കോപ്പി ചെയ്യല്ലോ, ആരും അയച്ചു കൊടുത്തത് അവൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണെന്നും നാഗേന്ദ്രൻ പറഞ്ഞു. നല്ല ഒന്നാന്തരം ചീറ്റിങ്ങാണ്. അപ്പം ആരായിരിക്കും അവളെ സഹായിക്കുന്നത്? അത് നയനയാണെങ്കിലോ എന്ന് നാഗേന്ദ്രൻ ചോദിച്ചു. എടോ, നയന കൊടുക്കുന്ന ഡിസൈൻ വെച്ചാണ് അവൾ ഷൈൻ ചെയ്യുന്നതെങ്കിൽ ഇവൾ എപ്പോഴെങ്കിലും അവൾക്ക് മുകളിൽ പോകുമോ എന്ന് നാഗേന്ദ്രൻ ചോദിക്കാം. ഒരു കോമ്പറ്റീഷൻ വന്നാൽ ഇവൾക്ക് അവളെ ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരിക്കലും പറ്റത്തില്ല സാർ എന്ന് ഡേവിഡ്. അങ്ങനെയെങ്കിൽ അതൊക്കെ ഇതിനിടയിൽ നടന്നിട്ടുണ്ടെന്നും നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഡിസൈനിങ് കോമ്പറ്റീഷനിൽ നമ്മൾ പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ അവളെ സംശയിച്ച് തുടങ്ങിയതെന്നും നാഗേന്ദ്രൻ പറയുക. എന്ന് മാത്രമല്ല,
ആ ഫംഗ്ഷൻ നടന്ന ഹാളിലെ ദൃശ്യങ്ങളും ഞാൻ എടുത്തിരുന്നു എന്നും ഈ നാഗേന്ദ്രൻ പറയണു. അവിടെ നയന വിന്നറായപ്പോൾ ഈ പറയുന്ന മാളവികയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായി എന്ന കാര്യവും നാഗേന്ദ്രൻ പറയാം. അവളെന്തോ പ്രതീക്ഷിച്ചതുപോലെ. ശരിക്കും താനൊക്കെ എവിടെ നോക്കിയിരുന്നൊന്നും എനിക്കറിയത്തില്ലടോ എന്നും പറഞ്ഞ് നാഗേന്ദ്രൻ ചൂടാവുക. പിന്നെ എൻ്റെ ഒരു മോനൊരുത്തനുണ്ട്, അവന് കുറുക്ക് വഴി മാത്രമേ അറിയത്തുള്ളൂ എന്ന് മാത്രമല്ല, പയ്യന്മാർക്ക് ഏതെങ്കിലും പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അവൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്ന കാര്യവും പറഞ്ഞു. അതുകൊണ്ടാണ് അവന് അവളെ സംശയിക്കാതിരുന്നത്. ഇനിയിപ്പോൾ അവൾ എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ചപ്പം കൊന്ന് കളഞ്ഞേക്കണമെന്ന് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയാം. കൂടെ നിന്ന് ശമ്പളം പറ്റിയിട്ട് ഒറ്റവർക്ക് മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് നാഗേന്ദ്രൻ. എനിക്ക് ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള മനസ്സൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ. പക്ഷേ അവൾ ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റായിപ്പോയി. അതുകൊണ്ട് അവളെ വെറുതെ വിടാൻ പറ്റില്ല. ഇനി അവളുടെ കാര്യം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് നാഗേന്ദ്രൻ ഡേവിഡിനോട് പറയണു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും പിന്നെ റൂമിൽ കയറി ഇരുന്ന് അവിടെ ഇരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന മാളവികയെ കാണിച്ചുകൊണ്ടും ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.